യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഹെയർ കെയർ ടിപ്സ് പറഞ്ഞു തരാനാണ്. യൂഷ്വലി എൻ്റെ ഹെയർ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുക്കുക. സോ ഹോട്ട് ഓയിൽ മസാജ് നിങ്ങൾ വല്ലപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. സോ എൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറും ഹോട്ട് ഓയിൽ മസാജ് ആണ്. ഞാനിവിടെ കുറച്ച് നാടൻ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ബോയിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിലാണ്, ഹോട്ട് ഓയിലാണ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറിൽ എൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ ഓഫ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ ബൗൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ എണ്ണയിൽ കുറച്ച് പോർഷൻസ് നിങ്ങളുടെ തലമുടിക്ക് ബിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചൂടായിരിക്കണം. ഓവർ ചൂടായാൽ തല പൊള്ളിപ്പോകും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് നിങ്ങൾക്ക് തലമുടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ബിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രയും ചൂട് മാത്രമേ എടുക്കാവൂ. സോ ഇങ്ങനെ പാർട്ടീഷൻ വൈസ് ഹെയർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഓരോ ഈച്ച് പാർട്സ് ഓഫ് യുവർ ഹെയറിൽ നമുക്കിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് സോ എൻ്റെ സ്കാൽപ്പിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് ഹെയർ ഫുൾ അങ്ങ് എണ്ണ വാരി തേക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ഫോർ യു ദ ഹെയർ ഗ്രോത്ത്. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് റോങ്, കംപ്ലീറ്റ്ലി റോങ്. ഹെയറിലല്ല ഒരിക്കലും എണ്ണ തേക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തേക്കേണ്ടത് എവിടെയാണ്? സ്കാൽപ്പിലാണ്. അപ്പോൾ സ്കാൽപ്പിലാണ് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ കോട്ടൺ ബൗൾ യൂസ് ചെയ്തിട്ട് തന്നെ റെസ്റ്റ് ഓഫ് മൈ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ദിസ്. pretty good. സോ ഞാനിപ്പോൾ എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് ഹോട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നാണ്. ഉണ്ട് ദിസ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു പ്രോഡക്റ്റാണ്. ഇത് ഹെയർ മസാജറാണ്. ആൻഡ് ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സോ ഈ മസാജർ നിങ്ങൾ മേടിച്ച് വെക്കുക. ഇത് ഞാൻ എൻ്റെ എൻ്റയർ ഹെയറിൽ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മാക്സിമം ഒരു 10 മിനിറ്റ്സ് ഓർ 15 മിനിറ്റ്സ്, 10 മുതൽ 15 മിനിറ്റ് വരെ മതി. കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ യൂഷ്വലി 10 to 15 മിനിറ്റ് വയ്ക്കാവും. ദിസ് ഈസ് മൈ സീക്രട്ട് ഹെയർ മാസ്ക്. സോ ഇതാണ് ഞാൻ പറഞ്ഞു. ഓൾറെഡി എൻ്റെ ഹെയറിൽ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫ്രിസിനെസ് ഉണ്ടായിരുന്നു, കുറച്ച് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ച് റെഡ്യൂസ് ചെയ്ത് എൻ്റെ ഹെയറിനെ കുറച്ച് ഹെൽത്തി ആക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു സീക്രട്ട് ഹെയർ മാസ്ക് ആണിത്. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു ബനാന, ഒരു പഴം എടുത്തിട്ടുണ്ട്. ആൻഡ് അതിൽ 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് കേർഡ്, ദാറ്റ് ഈസ് തൈര്. ഒരു പഴത്തിലേക്ക് കുറച്ചൊരു 3-4 സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. ആൻഡ് അതിലേക്ക് നമ്മൾ കുറച്ച് അലോവേറ ജെൽ, അത് ഒരു 1-2 സ്പൂൺ അലോവേറ ജെൽ ചേർത്തിട്ടുണ്ട്. പ്ലസ് ഒരു വൈറ്റമിൻ ഇ, അതിലേക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് നാരങ്ങാ നീര്. അപ്പോൾ ഈ നാരങ്ങാ നീര് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, നാരങ്ങാ നീരൊക്കെ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാമോയെന്ന്. ഞാൻ എന്തിനാണ് നാരങ്ങാ നീര് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഹെയറിൽ കുറച്ച് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഹെയർ മാസ്ക്, സോ ഞാൻ ഈ ഒരു ഹെയർ മാസ്കിലും നാരങ്ങാ നീര് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് തീർച്ചയായും യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാർലറിലൊക്കെ പോയി സ്പായൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു സ്പാ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ വളരെ ബ്യൂട്ടിഫുള്ളായി സ്മൂത്ത് ആൻഡ് സിൽക്കി ഷൈനി ആയിരിക്കും. ആ സെയിം എഫക്റ്റ് ആയിരിക്കും ഈ ഒരു ഹെയർ മാസ്ക് നമ്മൾ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷൻ വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഗുഡ്. സോ യാ, ആൻഡ് ഇത് സോ യാ, ഒരു കോട്ടൺ ബൗൾ എടുത്തിട്ട് ഇങ്ങനെ പാർട്ടീഷനായിട്ട് ഹെയർ വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഫുൾ അപ്ലൈ ചെയ്യും. ഈ ഒരു പാർട്ടീഷൻ ഹെയർ എടുത്തിട്ട് ഓരോ പാർട്ടീഷനിൽ ഞാനിങ്ങനെ കോട്ടൺ ബൗൾ വെച്ച് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്താണ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട്
നിങ്ങൾക്ക് ബാക്കി വരുന്ന ഹെയർ മാസ്ക് എല്ലാം റിമൈനിങ് പോർഷൻസിൽ കൂടെ അപ്ലൈ ചെയ്തിട്ട് ആൻഡ് ഞാനൊരു സ്ക്രഞ്ച് വെച്ച് കെട്ടി സെറ്റാക്കി വെക്കും. ആൻഡ് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിക്കും. ആൻഡ് ഇത് നമുക്കൊരു നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചേക്കാം. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയർ ഇങ്ങനെയാണുള്ളത്. സീരിയസ്ലി നല്ല സ്മൂത്തായിട്ടുണ്ട്. നല്ല അതിൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല സ്മൂത്ത് കണ്ടീഷനാണ്. ഒരു സ്പാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോയിട്ടൊരു സ്പാ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എങ്ങനെയാണോ അതിൻ്റെ എഫക്റ്റ്, അതുപോലെയാണ് ഞാൻ ഈ ഹെയർ മാസ്കും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് ഷാമ്പൂ കണ്ടീഷണറും ഇട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി വന്നപ്പോഴുള്ള എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ ഇറ്റ്സ് ടു ഗുഡ്. നല്ല വോളിയംലെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് മന്ത്ലി ട്വൈസ് എൻ്റെ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്ന സമയത്ത് അപ്ലൈ ചെയ്ത ഹെയർ മാസ്കും ആൻഡ് ഓൾസോ ഹോട്ട് ഓയിൽ മസാജും ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.